ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ്. നമുക്കിത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു മെഴുക്കുവരട്ടിയാണ്. വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. പിന്നെ ഈ ഒരു മെഴുക്കുവരട്ടി ഞാൻ സാധാരണ ചെയ്യുന്നതിന് കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഈ രീതിയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള അരിഞ്ഞതും ഒരു 4 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇനി 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചിക്കൻ മസാല ചേർക്കുമ്പം നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ അധിക സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേസമയം നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ തീ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നമ്മളിതിലിപ്പം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൻ്റെ ആവിയിൽ തന്നെ ഇരുന്നത് വെന്ത് വന്നോളൂ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് മൂടിയൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 1-2 തവണയും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല. അതുപോലെ ബീട്രൂട്ടൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.